എൻ്റെ ഒ പിയിൽ വന്നൊരു അമ്മയുടെ ഡൗട്ടാണ്, ഫോർമുല മിൽക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അളവും കാര്യങ്ങളും, അത് കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അറിയാം അപ് ടു 6 എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 6 months വരെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടതും. മാത്രമല്ല, ഇപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പാല് കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ മാത്രമാണ് നമ്മൾ ഫോർമുല എന്നൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്, അല്ലേ? മാത്രമല്ല, ഇപ്പോൾ പ്രീ ടേം ബേബീസ്, അതുപോലെ തന്നെ ട്വിൻസ്, അങ്ങനത്തെ ബേബീസൊക്കെ ആകുമ്പോഴും നമ്മൾ ഫോർമുല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പെർമിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഫോർമുല പ്രൊമോട്ട് ചെയ്യുന്നതും. മാത്രമല്ല, പ്രീ ടേമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന പൊടി അങ്ങനെയല്ല കൊടുക്കേണ്ടത്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ആ പൊടിയാണ് നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ച് കൊടുക്കേണ്ടതും. കഴിവതും അമ്മയ്ക്ക് പാല് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും ആ പാല് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫോർമുല കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ടല്ല ഫോർമുല ഫീഡ് കുഞ്ഞുങ്ങൾക്ക് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ടാവും. കാരണം അവർക്ക് ഡൈജഷൻ ഒന്നും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഫോർമുല എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടി ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ കൊടുക്കുമ്പോൾ. മാത്രമല്ല, നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും യൂട്ടൻസിൽസ്, അല്ലേ? നമ്മൾ എടുക്കുന്ന പാത്രം വളരെയധികം ഹൈജീൻ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ചില അമ്മമാർ ചെയ്യുന്നത്, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ ദഹിക്കാനൊക്കെ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളം കൂട്ടിക്കൊടുക്കും, അല്ലേ? വെള്ളം കൂട്ടി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല, കുറച്ചും കൂടി വെയിറ്റ് വരാനായിട്ട് ചിലവരെന്താ ചെയ്യുക, ഫോർമുല ഈ പൗഡർ, അതൊരു ഏതാണ് ഫോർമുല മിൽക്ക്, ആ പൗഡറിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ഇത് രണ്ടും കുഞ്ഞുങ്ങൾക്ക് ഡിഫക്റ്റാണ് ഉണ്ടാവുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും പക്ഷേ കുഞ്ഞുങ്ങളിൽ അതെത്തുമ്പോൾ അത് നെഗറ്റീവായിട്ടായിരിക്കും നമുക്ക് കാണപ്പെടുന്നത്. നമ്മൾ ഫോർമുല കൊടുക്കുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഫോർമുല മിൽക്ക് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മിൽക്കാണ്. അതിൽ തന്നെ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ആ ഒരു കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല കൊടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ അറിയാം, ചില കുഞ്ഞുങ്ങൾക്ക് ഒരു 30 ml ലൂക്ക് വാം വാട്ടർ നമ്മൾ എടുക്കുമ്പോൾ ഈ ഫോർമുല കലക്കേണ്ടത് ലൂക്ക് വാം വാട്ടറിലാണ്, അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ്. അപ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്നത് 30 ml ആണ് നമ്മൾ ലൂക്ക് വാം വാട്ടർ എടുക്കുന്നതെങ്കിൽ നമുക്കതിൽ 1 സ്കൂപ്പാണ് ഇടേണ്ടത്. 1 സ്കൂപ്പ് ഇടുമ്പോൾ അത് ചില ആൾക്കാർ എടുക്കുമ്പോൾ സ്പൂണ് ഹൈ അപ്പ് ആയിരിക്കും, അതെ, ലെവൽഡ് ആയിരിക്കില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലെവൽഡ് സ്കൂപ്പാണ് നമ്മൾ പൗഡർ എടുക്കേണ്ടത്. 30 ml ആകുമ്പോൾ 1 സ്കൂപ്പാണ് എടുക്കേണ്ടത്. മാത്രമല്ല, 30 ml മാറ്റി 60 ആക്കുമ്പോൾ നമുക്ക് എത്ര സ്കൂപ്പാണ്? 2 സ്കൂപ്പ്, ഡബിൾ ആയിരിക്കണം, 2 സ്കൂപ്പാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ 90 ml ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 3 സ്കൂപ്പ്, 3 സ്കൂപ്പ് എടുക്കണം. ഈ എടുക്കുന്ന സ്കൂപ്പ് ലെവൽഡും ആയിരിക്കണം. ഈ അളവുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ 1 സ്കൂപ്പ് എടുത്തിട്ട് 60 ml ആക്കുക, അല്ലെങ്കിൽ ഒരു 30 ml എടുത്തിട്ട് 2 സ്കൂപ്പ് ആക്കുക, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഡയേറിയ, അതുപോലെ തന്നെ ഡൈജഷൻ്റെ ഇഷ്യൂസ്, അതുപോലെ തന്നെ വോമിറ്റിംഗ്, ഇതുപോലത്തുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അഫക്റ്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. മാത്രമല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കഴിവതും ഫോർമുല ഒഴിവാക്കുകയാണ് വേണ്ടത്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല കൊടുക്കേണ്ടത്. ഫോർമുല നമ്മളിപ്പോൾ മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില ആൾക്കാർ ചെയ്യുന്നത് ഭയങ്കര വിഗറസ് ആയിട്ട് ആ പൗഡർ അല്ലെങ്കിൽ ആ പൗഡറും ആ വെള്ളം കൂടെ ചേർന്ന് ഭയങ്കര വിഗറസ് ആയിട്ട് ഷേക്ക് ചെയ്യും, അല്ലേ? അങ്ങനെ ഷേക്ക് ചെയ്യുന്നത് വഴിയും ആ ഒരു ബോട്ടിലിൽ അല്ലെങ്കിൽ ഷേക്ക് ചെയ്യുന്ന ആ ഒരു ഇതിൽ ബബിൾസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുമ്പോൾ കൂടുതൽ ഗ്യാസ് ഫോം ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. അത് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വയറുവേദന, രാത്രി ഉറങ്ങാതിരിക്കുക, ഭയങ്കര കരച്ചിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളും ചില വീടുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുമല്ലോ. ഇത് ചിലപ്പോൾ മേ ബി കുഞ്ഞ് ആ കുടിക്കുന്ന ഫോർമുലയിൽ ഉണ്ടാവുന്ന ഗ്യാസ് ഫോർമേഷൻ കൊണ്ടിട്ട് കുഞ്ഞിന് ദഹിക്കാണ്ട് വയറുവേദന വരിക, അങ്ങനത്തെ ചാൻസസ് കൊണ്ടിട്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ മൈൽഡായിട്ട് വേണം
അത് ഷേക്ക് ചെയ്യാനും അത് ആ ഒരു ഗ്യാസ് ഫോർമേഷൻ ഇല്ലാണ്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഏതോ ഫോർമുല കൊടുത്തിരുന്നാലും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അമ്മമാർ ശ്രദ്ധിക്കുക. നമുക്ക് പാലുണ്ട് എന്നുണ്ടെങ്കിൽ കഴിവതും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഫോർമുല ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല പല രീതിയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള പൊടികളും നമുക്ക് മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫീഡിംഗ് ബോട്ടിൽ കൂടുതലും ഈ ഫോർമുല കൊടുക്കുന്ന അമ്മമാർ ഫീഡിംഗ് ബോട്ടിൽസിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നതും. അതും കുഞ്ഞുങ്ങൾക്ക് ഈസിയാണ്, പെട്ടെന്ന് അവർക്ക് കിട്ടും. പക്ഷേ ഡയറക്റ്റ് ബ്രസ്റ്റിൽ നിന്ന് സക്ക് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾ മടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫീഡിംഗ് ബോട്ടിലിൽ ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ പിന്നെ കൊടുക്കുമ്പോൾ, ബ്രസ്റ്റിൽ നിന്ന് സക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് സക്കിങ് വളരെയധികം മടി കാണിക്കുകയും സക്കിങ് കുറവാകുന്നത് വഴി അമ്മമാർക്ക് എന്താ സംഭവിക്കുന്നത്, അവർക്ക് പാലിൻ്റെ പ്രൊഡക്ഷൻ കുറയാനുള്ള ചാൻസസും കുറവാണ്. സോ കഴിവതും നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഫീഡിംഗ് ബോട്ടിൽ കഴിവതും ഒഴിവാക്കുക. അഥവാ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോകർണം അല്ലെങ്കിൽ ചെറിയ സ്പൂണിലോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒ.പിയിൽ വന്ന ഒരു അമ്മ പറഞ്ഞു ഗോകർണത്തിൽ കൊടുത്തപ്പോൾ ചുണ്ടിലെ സൈഡിൽ മുറിവ് ഉണ്ടായി എന്നുള്ളത്. നമുക്ക് അങ്ങനെയാണെന്ന് പേടിയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ നമുക്ക് ഗോകർണം കുഞ്ഞുങ്ങളിൽ വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് സക്കിയും. അതല്ല നിങ്ങൾക്ക് സ്റ്റീൽ ഗോകർണം കൊടുക്കാൻ മടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സിലിക്കോൺ ടൈപ്പിലുള്ള ഗോകർണം നമുക്ക് മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. നമുക്കത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന മിൽക്ക് ആണെങ്കിൽ കൂടിയും ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കാതെ കഴിവതും ഇതുപോലെയുള്ള ഗോകർണം അല്ലെങ്കിൽ കുഞ്ഞു സ്പൂണിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ ഫോർമുല കൊടുത്തത് കൊണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവറോ അല്ലെങ്കിൽ യാതൊരുവിധ വൈറ്റമിൻസോ കിട്ടുന്നില്ല. നമുക്ക് വേണ്ടത് കുഞ്ഞുങ്ങൾ ചബ്ബിയായി ഇരിക്കുന്നത് എന്നതിലല്ല, അവർ വളരെ ഹെൽത്തി ആയിട്ടും ആരോഗ്യമായിട്ടും ഇമ്മ്യൂണിറ്റി പവറോട് കൂടിയിട്ട് ഇരിക്കേണ്ടതാണ്. സോ നമ്മൾ കഴിവതും ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫോർമുലയിൽ നിന്ന് തിരിച്ച് ബ്രസ്റ്റ് മിൽക്കിലോട്ട് പോകാനും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. സോ ആദ്യമേ നമ്മൾ ഫോർമുല കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. ബ്രസ്റ്റ് മിൽക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.